കൃത്യമായി നിങ്ങൾക്ക് ഭാഗവതം വായിച്ചാൽ മനസ്സിലാവും, നർമ്മദയുടെ തീരത്താണ് മഹാബലിയുടെ യാഗം നടക്കുന്നത്. നാരായണീയം എഴുതാൻ വേണ്ടി മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ഗുരുവായൂരെത്തി ശിഷ്യന്മാരെ എഴുത്തച്ഛന്റെ അടുത്തേക്ക് അയക്കുമല്ലോ അല്ലെ. അദ്ദേഹത്തോട് ചോദിക്കും, എങ്ങനെയാണ് വാതരോഗം മാറ്റാൻ എന്താണ് ചെയ്യേണ്ടത്? മഞ്ജുള കരഞ്ഞത് എന്തിനാണെന്ന് വ്യാഖ്യാനിക്കുന്ന ആചാര്യന്മാരുണ്ട്, പറയാറുണ്ട്, അയ്യോ ഇന്നത്തെ ദിവസം ഞാൻ ഭഗവാന് മാല ചാർത്താൻ സാധിച്ചില്ലല്ലോ, ഒരു ദിവസം പോലും മുടങ്ങിയിരുന്നില്ലല്ലോ, ഇന്ന് മുടങ്ങിപ്പോയല്ലോ. ഞാൻ ചെറുതായിട്ട് അതൊന്ന് മാറ്റി പറയാറുണ്ട്, അങ്ങനെ മഞ്ജുള കരഞ്ഞിട്ടില്ല. എന്നെ കുറിച്ച് വ്യാസൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഞാൻ ഏറ്റവും ലളിതമായി പറയുന്നത്, ഞാൻ കഥ പറയുന്ന ഒരാളാണ്. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷം ഇവിടെ ഇരുന്ന് നിങ്ങളെല്ലാവരെയും കാണുമ്പോൾ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കുന്നത് കേട്ട ചുരുക്കം ചെല്ലെങ്കിലും ഇവിടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഔപചാരികതകളില്ലാതെ സംസാരിക്കാനാണ് എല്ലായിടത്തും ശ്രമിക്കാനുള്ളത്. ഞാൻ സത്യം പറഞ്ഞാൽ രാവിലെ ഇരുന്നതും ഇപ്പൊ ഇരിക്കുന്നതും ഒക്കെ ഈ പുലിവാൽ കല്യാണത്തിൽ ജഗതി ചേട്ടൻ ഒരു പ്രത്യേക ഡ്രസ്സ് ഇട്ടിട്ട് ഇടയിൽ പോയിരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഇവരുടെയൊക്കെ ഇടയിൽ ഞാൻ അങ്ങനെയാണ് ഇരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വ്യാസൻ എങ്ങനെയാണ് ഗുരു ആവുന്നത് എന്ന് രോഹിതേട്ടനടുത്ത് ഒരാൾ ചോദിക്കുകയും ചെയ്തു. ഞാൻ എവിടെയും എന്നെ അഭിസംബോധന ചെയ്ത് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ഗുരുവാണെന്ന് പറയാറില്ല. ഒന്നാമത്തെ കാര്യം, എല്ലാത്തിൻ്റെയും ഗുരുവായിട്ടുള്ള ഗുരുവായൂരപ്പനെ കുറിച്ച് സംസാരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് എൻ്റെ ചെറിയ യോഗ്യത എന്ന് ഞാൻ കരുതുന്നു. ആ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളൂ. എന്നെ കുറിച്ച് വ്യാസൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഞാൻ ഏറ്റവും ലളിതമായി പറയുന്നത്, ഞാൻ കഥ പറയുന്ന ഒരാളാണ് എന്ന് മാത്രമാണ്. കഥകളിലൂടെ കുട്ടികളെയും മുതിർന്നവരെയൊക്കെ അല്പസമയത്തേക്കെങ്കിലും, അത് ചിലപ്പോ നേരത്തെ പറഞ്ഞതുപോലെ ഗുരുജി പറഞ്ഞ മാജിക് ആയിരിക്കാം, അല്പസമയത്തേക്ക് നമ്മുടെ വിഷമങ്ങൾ മറക്കാൻ, അല്പസമയത്തേക്ക് നമ്മുടെ പ്രാരാബ്ധങ്ങളെ കുറിച്ച് മാറി ചിന്തിക്കാൻ നമുക്ക് സാധിക്കുന്നു. അത് ഞാൻ കഥ പറയുന്നത് കൊണ്ടല്ല, പറയുന്ന വിഷയം ഭഗവാൻ ആയതുകൊണ്ടാണ്. അങ്ങനെ ഭഗവാന്റെ പേരിൽ കെയർ ഓഫ് ഗുരുവായൂരപ്പൻ എന്നാണ് എൻ്റെ അഡ്രസ്സ് ഞാൻ എല്ലായിടത്തും പറയാറുള്ളത്. അതാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ വിലാസം. അതിൽ കൂടുതലായിട്ടൊന്നുമില്ല. അങ്ങനെയുള്ള ഗുരുവായൂരപ്പന്റെ നിശ്ചയപ്രകാരം ഇവിടെ ഇത്രയും മഹത് വ്യക്തികളുടെ ഇടയിൽ വന്ന് സംസാരിക്കാൻ സാധിച്ചതിന് അബാക് മീഡിയയോടും ഗുരുവായൂരപ്പനോടും നിങ്ങൾ ഓരോരുത്തരോടുള്ള നന്ദി ആദ്യം തന്നെ അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇത്രയും പേര് ഇവിടെ വന്നതിനും ഇത്രയും നേരം കേട്ടതിനും. അല്പസമയം ഞാൻ സംസാരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ ഇപ്പൊ നമ്മൾ സംസാരിച്ചതിന് മുമ്പായി ചെയ്ത ഒരു പ്രവൃത്തി, തേങ്ങ കൊണ്ട് നമ്മളൊരു എനർജി ടെസ്റ്റ് ചെയ്തു അല്ലെ. എനിക്കിത് കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് മഞ്ജുളയുടെ കഥയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ് മഞ്ജുളയുടെ കഥ. എല്ലാ ദിവസവും ഗുരുവായൂരപ്പന് മാല കെട്ടിക്കൊടുത്തിരുന്ന മഞ്ജുള ഒരു ദിവസം മാത്രം വൈകിട്ട് എന്തോ കാരണവശാൽ വൈകി എത്തി. ആ വൈകി എത്തിയ സമയത്ത് നട അടച്ചു. അന്ന ദിവസം മാല ചാർത്താൻ പറ്റിയില്ല. മഞ്ജുള കരയാൻ തുടങ്ങി. മഞ്ജുള കരഞ്ഞത് എന്തിനാണെന്ന് വ്യാഖ്യാനിക്കുന്ന ആചാര്യന്മാരുണ്ട്, പറയാറുണ്ട്, അയ്യോ ഇന്നത്തെ ദിവസം ഞാൻ ഭഗവാന് മാല ചാർത്താൻ സാധിച്ചില്ലല്ലോ, ഒരു ദിവസം പോലും മുടങ്ങിയിരുന്നില്ലല്ലോ, ഇന്ന് മുടങ്ങിപ്പോയല്ലോ. ഞാൻ ചെറുതായിട്ട് അതൊന്ന് മാറ്റി പറയാറുണ്ട്, അങ്ങനെ മഞ്ജുള കരഞ്ഞിട്ടില്ല. മഞ്ജുള കരഞ്ഞത്, ഇന്ന് എന്റെ മാല കിട്ടാഞ്ഞിട്ട് എന്റെ ഗുരുവായൂരപ്പൻ വിഷമിക്കുമല്ലോ, അതുകൊണ്ട് എനിക്ക് വിഷമം വരുന്നു. അങ്ങനെ മഞ്ജുള കരഞ്ഞു. നമ്മളെപ്പോഴും നമ്മളിൽ കേന്ദ്രീകരിച്ചല്ലാതെ ഭഗവാനിലേക്ക് കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എന്റെ വിഷമം എന്ന് പറയുമ്പോൾ അവിടെ ഒരു സ്വാർത്ഥതയുടെ, നേരത്തെ ഗുരുജി പറഞ്ഞല്ലോ, സ്പിരിച്വാലിറ്റിയുടെ ഏറ്റവും ആദ്യത്തെ സിമ്പൽ എന്ന് പറയുന്നത് നമ്മളെ കുറിച്ച് നമ്മൾ ചിന്തിക്കാതിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഒരു തരത്തിലുള്ള പരാധീനതകളും സുഖഭോഗങ്ങളും ഒന്നും നമ്മുടെ പരിഗണനാ വിഷയമായിട്ട് വരികയില്ല. എപ്പോഴും ആ വലിയ ചൈതന്യത്തെ കുറിച്ച് മാത്രം വിചിന്തനം ചെയ്യുന്നു. അങ്ങനെ മഞ്ജുള കരഞ്ഞു. ആ കരച്ചിലിന് നടുവിൽ ഒരു ബ്രാഹ്മണൻ, പൂന്താനമാണെന്നൊക്കെ പറയുന്നുണ്ട്, അദ്ദേഹം എത്തി മോളോട് പറയുന്നു, മോളെ വിഷമിക്കൊന്നും വേണ്ട, നീ മാല വളരെയധികം ഭക്തിയോടുകൂടി കൊണ്ടുവന്നതല്ലേ, ഇത് ഭഗവാൻ സ്വീകരിക്കും, അതുകൊണ്ട് നീ ഈ കാണുന്ന ആൽവൃക്ഷത്തിന് ചുവട്ടിൽ ഈ മാല സമർപ്പിക്കുക. മഞ്ജുള വളരെയധികം ഭക്തിയോടുകൂടി ആ മാല സമർപ്പിക്കുന്നു. പിറ്റേ ദിവസം നിർമാല്യത്തിന് ഗുരുവായൂർ നട തുറന്നപ്പോ ഗുരുവായൂരപ്പന്റെ ചതുർബാഹു രൂപത്തിൽ ആ മാല ഉണ്ടായിരുന്നു എന്നാണ്.
ഓരോ തവണ മേൽശാന്തി നിർമാല്യം മാറ്റാനായി മാല എടുക്കും തോറും വീണ്ടും വീണ്ടും ആ മാല ഭഗവാന്റെ തിരുമയിൽ പോയി വീണു എന്നാണ് കഥ. ഇത് കഥയാണ്, ഇത് നമുക്ക് പറഞ്ഞു കേട്ടിട്ടുള്ള ഐതിഹ്യമാണ്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇതേ മഞ്ജുള പൂന്താനം പറയുന്നു, മോളെ നീ വിഷമിക്കൊന്നും വേണ്ട, ഈ മാല ഭക്തിയോടുകൂടി നീ എവിടെയെങ്കിലും സമർപ്പിക്കൂ, തീർച്ചയായിട്ടും ഭഗവാൻ ഇത് സ്വീകരിക്കും. ഈ പറഞ്ഞത് കേട്ട മഞ്ജുള അങ്ങ് പ്രത്യക്ഷത്തിൽ എനിക്ക് ഗുരുവായൂരപ്പനാണ്, ഈ മാല അങ്ങ് തന്നെ സ്വീകരിക്കൂ എന്ന് പറഞ്ഞ് പൂന്താനത്തിന്റെ കഴുത്തിൽ ആ മാല ചാർത്തി എന്ന് വിചാരിക്കുക. ഇനി എനിക്ക് നിങ്ങളോടാണ് ചോദിക്കാനുള്ളത്, എത്ര പേര് കരുതുന്നു പിറ്റേ ദിവസം രാവിലെ നട തുറക്കുമ്പോൾ ഗുരുവായൂരപ്പന്റെ ദേഹത്ത് ആ മാല ഉണ്ടാവുമെന്ന്? കുറവാണ്. ശരി, അടുത്തൊരു ചോദ്യം ചോദിക്കാം. ഇതേ മാല പൂന്താനം പറയുന്ന, മോളെ ഇത് കൊണ്ടുപോയി നീ വീട്ടിലെ ഫോട്ടോയിൽ ചാർത്തിയാൽ മതി, ഗുരുവായൂരപ്പൻ സ്വീകരിച്ചോളൂ. അങ്ങനെ മഞ്ജുള നടന്നു പോകുന്ന സമയത്ത് അവിടെ ഒരു നാടോടി, ഗ്രാമത്തിൽ നിന്ന് സഞ്ചാരികളായിട്ട് വന്ന നാടോടികളെ കണ്ടു എന്നാണ്. നാടോടികളായിട്ടുള്ള കുട്ടികൾക്കിടയിൽ ഒരു കുട്ടി മാത്രം, അവനെ കണ്ടാൽ തന്നെ അറിയാം അവൻ കുളിച്ചിട്ട് ദിവസങ്ങളായി, അത്രയധികം അഴുക്കുണ്ട്, വസ്ത്രം എടുത്തിട്ടില്ല, ഒരു തരത്തിലുള്ള വൃത്തിയില്ല. പക്ഷെ ആ കുട്ടി കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. മഞ്ജുള ഈ മാലയുമായി പോകുന്ന സമയത്താണ് ഈ കുട്ടി കരയുന്നത് കാണുന്നത്. ആ കരച്ചിൽ മാറ്റാനായി മഞ്ജുള ആ മാല എടുത്ത് ആ നാടോടി ബാലന്റെ ദേഹത്ത്, അഴുക്കും ചെളിയൊക്കെ നിറഞ്ഞ വസ്ത്രമിടാത്ത ചെമ്പൻ മുടിയുള്ള നാടോടി ബാലന്റെ ദേഹത്തൂടെ ആ മാല ധരിപ്പിച്ചു എന്ന് വിചാരിക്കുക. വീണ്ടും എനിക്ക് നിങ്ങളോടാണ് ചോദിക്കാനുള്ളത്, എത്ര പേര് പറയുന്നു പിറ്റേ ദിവസം രാവിലെ നട തുറക്കുമ്പോ ഗുരുവായൂരപ്പന്റെ ദേഹത്ത് ആ മാല ഉണ്ടാവും എന്നുള്ളത്? ഇപ്പൊ എണ്ണം കൂടി. എല്ലാത്തിലും ഭഗവാനെ കാണാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് മഞ്ജുളയുടെ തത്വം കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലെ? ഇപ്പൊ ഇവിടെ നമ്മൾ ആ തേങ്ങ കാണിച്ചു, സാറ് ആ തേങ്ങ കാണിച്ചപ്പോ ആ എനർജി കൊണ്ട് നമുക്കത് മൂവ് ചെയ്യുന്നതായിട്ടും അതിന്റെ ആ ഒരു പ്രതിഫലനം നമുക്ക് കാണാൻ സാധിച്ചു. നിങ്ങളിൽ ഓരോരുത്തർക്കും നേരെ നമ്മൾ ഈ തേങ്ങ ഒന്ന് പിടിച്ചു നോക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ എന്നാണ്, അല്ലെ? നമ്മൾ ഓരോരുത്തരിലുമുള്ള വലിയ എനർജി സോഴ്സിനെ തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ശ്രമങ്ങളാണ് യഥാർത്ഥത്തിൽ ആധ്യാത്മികത. നമ്മളെക്കുറിച്ച് ചിന്തിക്കാതെ നമ്മുടെ ഉത്ഭവത്തെക്കുറിച്ച്, നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ച്, അത് ഞാൻ ഒരു വ്യക്തി കേന്ദ്രീകൃതമായിട്ടല്ല പറയുന്നത്, ഓരോരുത്തരിലുമുള്ള ആളുകളെ കുറിച്ച് അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്ന തരത്തിൽ നമ്മുടെ രീതികൾ മാറണം ആധ്യാത്മികതയിൽ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനാണ് ഗുരുജി ശ്രമിക്കുന്നത്, അതിനാണ് സർ ശ്രമിക്കുന്നത്. ഇനിയിപ്പോ ഗംഗാമ്മ പറയുന്നത് ഇതിന്റെ വേറെ വേർഷൻസ് ആണ്. എല്ലാവരും പറയുന്ന ഒന്ന് തന്നെ. ഞാനത് ഐസ്ക്രീമായിട്ട് പറയുന്നു, ഗുരുജി അത് കുറച്ചുകൂടി നല്ല മധുരമുള്ള അമ്പലപ്പുഴ പാൽപ്പായസമായിട്ട് പറയുന്നു, സർ അതിനെ നല്ലൊരു പേടയായിട്ട് നിങ്ങൾക്ക് തരുന്നു, ഗംഗാമ്മ അതുകൊണ്ട് ഒരു കുക്കീസോ എന്തെങ്കിലും ഉണ്ടാക്കി തരുന്നു. അങ്ങനെ കണ്ടാൽ മതി. പറയുന്ന തത്വം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ പലപ്പോഴും നമ്മുടെ ഈ ധർമ്മത്തിൽ ഉണ്ടാവുന്ന ഒരു പ്രയാസമാണ്, ഞങ്ങൾ രാവിലെ സംസാരിച്ചപ്പോൾ ഉണ്ടായൊരു ബുദ്ധിമുട്ട്. അതായത് എന്തിൽ നിന്നും എടുക്കേണ്ടതിനെ എടുക്കാതിരിക്കുകയും എല്ലാം ചേർത്തെടുക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം. ഈ മാസം 28-ാം തീയതി മുതൽ അടുത്ത മാസം 26-ാം തീയതി വരെ വിശേഷപ്പെട്ട ഒരു സമയമാണ്. ആ സമയത്ത് നമ്മൾ എന്ത് വിളിക്കും? വൈശാഖ മാസമാണ്, മാധവ മാസം എന്ന് വിളിക്കും. ഗുരുവായൂരൊക്കെ വളരെ വിശേഷമാണ്. ഭാഗവത സപ്താഹങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ നടക്കുന്ന സമയമാണ് വൈശാഖം. നിങ്ങൾ എല്ലാവരും ഭാഗവതം കേട്ട ആൾക്കാർ കുറച്ചുപേരെങ്കിലും ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഭാഗവതം കേൾക്കേണ്ടവരെ കുറിച്ച് ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട്. എങ്ങനെയുള്ള ആളുകളാണ് ഭാഗവതം കേൾക്കേണ്ടത് എന്നാണത്. എങ്ങനെയുള്ള ആളുകളാ? പല കാറ്റഗറി പറയും. അതിൽ ഏറ്റവും പ്രസിദ്ധമായുള്ള കാറ്റഗറിയാണ് പരമഹംസന്മാരാണ് ഭാഗവതം കേൾക്കേണ്ടത് എന്നാണ്. പരമഹംസൻ. എന്തുകൊണ്ട് ഹംസം എന്ന് പറയുന്ന ശബ്ദം ഉപയോഗിച്ചു? അവിടെ ഭാഗവതം കൃത്യമായിട്ട് പറയുന്നു. ഇനിയിപ്പോ ഇവിടെ ആരെങ്കിലും ഈ കഥയിൽ, ഈ തത്വത്തിൽ സയന്റിഫിക് ടെമ്പർ ഉണ്ടോ എന്ന് നോക്കാതിരിക്കുക. ഇത് തത്വാംശമായിട്ട് പറയുന്നതായിട്ട് കൂട്ടിയാൽ മതി. ഭാഗവതത്തിൽ പറയുന്നത് പാലും വെള്ളവും ചേർന്ന മിശ്രിതം ഹംസത്തിന് മുമ്പിൽ നിങ്ങൾ വെക്കുകയാണെങ്കിൽ ആ മിശ്രിതത്തിൽ നിന്ന് പാല് മാത്രം വേർതിരിച്ചെടുക്കുകയും വെള്ളം ഹംസം അവിടെ ഉപേക്ഷിക്കുകയും ചെയ്യും എന്ന് പറയുന്നു. നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ, ഐതിഹ്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരിക്കലും ഒരുമിച്ച് കലക്കി കുടിക്കാൻ നിർബന്ധിക്കരുത്. എന്തിൽ നിന്നും എടുക്കേണ്ടത് മാത്രം എടുക്കുകയും ബാക്കി അവിടെ ഇട്ടേക്കുകയും ചെയ്യണം. ഭഗവാൻ ഗോപസ്ത്രീകളുടെ വസ്ത്രം ഈ പറയുന്ന പോലെ മോഷ്ടിച്ച് മുകളിൽ കൊണ്ടുപോയി തൂക്കി.
ഭഗവാനെ അങ്ങനെ അവതരിപ്പിക്കാം. മേൽപ്പത്തൂര് പറയുന്നത് പോലെ ഉപനിഷത് സുന്ദരികളാവുന്ന അറിവാകുന്ന ഗോപികമാരുടെ നടുവിൽ നിൽക്കുന്ന കൃഷ്ണനായിട്ടും അവതരിപ്പിക്കാം. ചിത്തചോര എന്ന് വിളിക്കും ഭഗവാനെ, മനസ്സ് കട്ടെടുക്കുന്നവനെ എന്നാണ് അതിന്റെ അർത്ഥം. നവനീത ചോര എന്നും ഭഗവാനെ വിളിക്കും, വെണ്ണ കട്ടെടുക്കുന്നവനെ എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സാകുന്ന വെണ്ണ കട്ടെടുക്കുന്നവനെ എന്ന് ചേർത്ത് പറയാൻ പഠിപ്പിക്കുക. ഇന്ന് നമ്മൾ ചെയ്യുന്നത് കുട്ടികളോട് ഇത് ഒരുമിച്ച് കലക്കി ഒറ്റ വലിക്ക് കുടിക്ക് എന്ന് പറയുന്ന ഏർപ്പാടാണ്. അതിൽ നിന്ന് മാറ്റം വരണം. ഇപ്പൊ പണ്ട് നാരായണീയം എഴുതാൻ വേണ്ടി മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ഗുരുവായൂരെത്തി ശിഷ്യന്മാരെ എഴുത്തച്ഛന്റെ അടുത്തേക്ക് അയക്കുമല്ലോ അല്ലെ? അദ്ദേഹത്തോട് ചോദിക്കും, എങ്ങനെയാണ് വാതരോഗം മാറ്റാൻ എന്താണ് ചെയ്യേണ്ടത്? എഴുത്തച്ഛൻ പറയുന്നത് അദ്ദേഹം മദ്യപിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അദ്ദേഹം ആ കോലായിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, മീൻ തൊട്ട് കൂട്ടണമെന്ന് പറഞ്ഞു. മീൻ തൊട്ട് കൂട്ടാൻ പറഞ്ഞ മേൽപ്പത്തൂരിന്റെ ശിഷ്യന്മാര് കേട്ട് കോപിച്ച് ദേഷ്യപ്പെട്ട് വളരെ സാത്വികനായിട്ടുള്ള ബ്രാഹ്മണനായിട്ടുള്ള ഞങ്ങളുടെ ഗുരുനാഥനോട് മീൻ കൂട്ടാൻ പറയുന്നു എന്ന് കരുതി ദേഷ്യപ്പെട്ടുകൊണ്ട് തിരിച്ചുപോയി എന്നാണ്. പോയതിനു ശേഷം മേൽപ്പത്തൂരിനോട് പറഞ്ഞു, ആ മഹാത്മാവെന്ന് അങ്ങ് അവകാശപ്പെട്ട ആള് പറയുന്നത് അങ്ങയോട് മീൻ കൂട്ടാനാണ്. എങ്ങനെ സാധിക്കും? മേൽപ്പത്തൂരിന് വിവേകബുദ്ധി ഉണ്ടായിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി മത്സ്യാവതാരം തൊട്ട് നാരായണീയ രചന നടത്തണം എന്നാണ് എഴുത്തച്ഛൻ ഉദ്ദേശിച്ചത്. നമ്മൾ ഇന്നത്തെ സെനോറിയോയിൽ കുട്ടികളോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നേരെ അവര് പോവും. ഇവിടെ വാടാനപ്പള്ളി മാർക്കറ്റോ എടപ്പള്ളിയിലോ 2 എണ്ണം. അതുകൊണ്ടാണ് ഗുരുവായൂർക്ക് പോവുക. അതാ ഗുരുനാഥ കൊണ്ടുവന്നിട്ടുണ്ട്, കൂട്ടിക്കോളൂ. എവിടെ നമ്മൾ അവർക്ക് ഇതിന്റെ തത്വാംശത്തിലൂടെ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ കഥ പറയുന്ന ആളായതുകൊണ്ടാണ് പറയുന്നത്. ഈ കഥകളിൽ തന്നെ ഞങ്ങൾ രാവിലെ സംസാരിച്ച ആ ഒരു തർക്ക വിഷയം തർക്കമല്ല, അതൊരു സംവാദമാണ് എല്ലാതും അല്ലെ? നമ്മുടെ സനാതന ധർമ്മത്തിൽ, വൈദിക ധർമ്മത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഇവിടെ റേഡിയോ പരിപാടിക്ക് സ്ഥാനമില്ല. നിങ്ങൾ ഏത് ഗ്രന്ഥം എടുത്ത് നോക്കിയാലും സംവാദ രൂപത്തിലാണ് അവിടെയൊക്കെ കാണാൻ സാധിക്കൂ. അല്ലെങ്കിൽ സൂതനും ശൗനകനും തമ്മിലുള്ള സംവാദം, പരീക്ഷിത്തും ശ്രീശുകനും തമ്മിലുള്ള സംവാദം, ഉമാമഹേശ്വര സംവാദം, കൃഷ്ണാർജുന സംവാദം, ഇതേ ഉള്ളൂ. സംവാദത്തിലൂടെ അറിവ് കിട്ടുള്ളൂ. അല്ലാതെ മൊണോപ്പൊളികളായിട്ട് ഒരാളിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് അറിവുണ്ടാവില്ലല്ലോ. കൊടുക്കലും വാങ്ങലും വേണം 2 ഭാഗത്തും. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ വന്നാണ് മഹാബലിയുടെ വിഷയം. എനിക്ക് സാധിക്കെങ്കിൽ ആ ഒരു കൺഫ്യൂഷൻ നിങ്ങൾ ആർക്കെങ്കിലും ഇനി അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റണമെന്നാണ് ഞാൻ കരുതുന്നത്. ഭാഗവതത്തില് ഞാൻ ഇപ്പൊ കോട്ട് ചെയ്യുന്നത് ഭാഗവതാണ്. ശ്രീമദ് ഭാഗവതത്തില് വാമനാവതാരം വരുന്ന സമയത്ത് ഒരു തരത്തിലും പറയുന്നില്ല പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി. 2, കേരളത്തിൽ മഹാബലി എന്ന് പറയുന്ന ഒരു ചക്രവർത്തിയെ കുറിച്ച് ഭാഗവതം പറയുന്നേയില്ല. കൃത്യമായി നിങ്ങൾക്ക് ഭാഗവതം വായിച്ചാൽ മനസ്സിലാവും, നർമ്മദയുടെ തീരത്താണ് മഹാബലിയുടെ യാഗം നടക്കുന്നത്. കേരളത്തിൽ എവിടെയാണ് നമുക്ക് നർമ്മദ കാണാൻ സാധിക്കുക? ഗുജറാത്തിലാണ് നർമ്മദയുള്ളത്. നർമ്മദാ നദിയുടെ തീരത്ത് യാഗം ചെയ്തുകൊണ്ടിരുന്ന മഹാത്മാവായിട്ടുള്ള മഹാബലിയെ ഭഗവാൻ പോയി അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ എന്താണ്, നിങ്ങൾ നാരായണീയം വായിക്കുകയാണെങ്കിൽ ഈ കൺഫ്യൂഷൻ നമുക്ക് നോക്കൂ. നമ്മുടെ ഈ സനാതന ധർമ്മത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ വാമൊഴി കഥകളെ ഉയർത്തുകയും വേദികമായിട്ടുള്ള കഥകളെ താഴ്ത്തുകയും ചെയ്യുന്നതാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഭാഗവതത്തിൽ കൃത്യമായിട്ട് പറയുന്നു, അല്ലെങ്കിൽ നാരായണീയം നിങ്ങൾ വായിച്ചാൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഭാഗവതത്തിന്റെ സത്താണ് നാരായണീയം. അവിടെ ആ അധ്യായത്തിന്റെ പേര് മഹാബലിയുടെ ദർപ്പശമനം എന്നാണ്. മഹാബലിയുടെ അഹങ്കാരം ശമിപ്പിച്ചു. മഹാബലിയുടെ അഹങ്കാരം ഭഗവാൻ ശമിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാത്തിനും മുകളിൽ ഞാനാണ് എന്നുള്ള ഒരു ചിന്ത ഭക്തന് വരാൻ ഭഗവാൻ ഒരിക്കലും അനുവദിക്കില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്കൊക്കെ ഇടയ്ക്ക് ഒരു അടി കിട്ടുന്നുണ്ടെങ്കിൽ, ഇടയ്ക്ക് ഓരോരോ തട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ആലോചിക്കുക, നമ്മൾ ആരൊക്കെയോ ആയി എന്നുള്ള തോന്നൽ നമുക്ക് തോന്നുമ്പോൾ ഭഗവാൻ ഒന്ന് ഓർമ്മിപ്പിക്കും. അതും എന്തുകൊണ്ട് ഭഗവാൻ അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ വീണ്ടും വലിയ ആളാണെന്ന് ഞാൻ അവന്റെ മുമ്പിൽ തെളിയിച്ചു, പ്രൂവ് ചെയ്തു, അതിനു വേണ്ടിയിട്ടല്ല. അഹങ്കാരം ആത്യന്തികമായിട്ട് ഭക്തന്റെ നാശത്തിനിടയാക്കും. ഭക്തന്റെ നാശമില്ലാതിരിക്കാൻ ഭഗവാൻ ഭക്തനെ ഉയർത്തുന്നു. അങ്ങനെ വേണം കാണാൻ. അതുകൊണ്ട് മഹാബലിയോട് 3 അടി മണ്ണ് ചോദിക്കുന്നു, 2 അടി കൊണ്ട് സ്വർഗവും ഈ പറയുന്ന ഭൂമിയും അളന്നു തീർക്കുന്നു. 3-ാമത്തെ അടി ഞാൻ എവിടെ വെക്കണം എന്ന് ചോദിക്കുന്നു. ഒരു മനുഷ്യന് കൊടുക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സമർപ്പണം എന്ന് പറയുന്നത് അവനവനെ തന്നെയാണ്.